ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഭർത്താവിനെയും കാമുകനെയും ഒരേ സമയം തേക്കാൻ ആർക്കാണ് കഴിയുക? അത്തരം സംഭവങ്ങൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. സാധാരണഗതിയിൽ ഭർത്താവിനെ തേച്ചിട്ട് കാമുകന്റെ കൂടൊപ്പം പോയിട്ട് ജീവിതം കൊളാപ്സ് ആവുന്ന നിരവധി ആളുകളെ ഡേ ബൈ ഡേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മഹതി എന്ന് പറയുമ്പോൾ സാമൂഹിക പ്രവർത്തകയാണ്, പാർട്ടി പ്രവർത്തകയാണ്. മിനി നമ്പ്യാർ എന്ന് പറയുന്ന മഹതി ചെയ്തിരിക്കുന്നത് ഭർത്താവിനെയും അതുപോലെ തന്നെ തന്റെ ജീവന്റെ ജീവനായി മാറിയ കാമുകനെയും ഒരുപോലെ തേച്ചു. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട പല ന്യൂസുകളിലും എന്താണ് ആക്ച്വലി സംഭവിച്ചെന്നുള്ളതിന്റെ വ്യക്തമായ വിവരണം ആർക്കും പിടികിട്ടത്തില്ല. എനിവേ അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ തീർച്ചയായും നോക്കാം. അതിനു മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഓരോ അവിഹിതങ്ങൾ നടത്തുന്ന ആളുകൾക്കും ഇതൊരു വലിയ പാഠമാണ്. കൈതപ്പുറത്തെ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. ഭാര്യ മിനി നമ്പ്യാർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു. പ്രേരണ കുറ്റം ചുമത്തി പരിയാരം പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മിനി പൊതുപ്രവർത്തക കൂടിയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യലിനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതായത് ഈ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ ആദ്യം BJPയുടെ അനുഭാവികൾ, BJP പാർട്ടിക്കാര് കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരെയും പഴിചാരി അവരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞ്, പിന്നീട് അത് അങ്ങനെയൊന്നും അല്ലെന്ന് ബോധ്യം ഇവർക്കുണ്ടായി. നാണം കെട്ട കേസാണെന്ന് ചിലർക്ക് സംശയമുണ്ടായി. എന്നാൽ ആ സമയത്തും, അതായത് സന്തോഷം എന്ന് പറയുന്ന ഇവൻ പട്ടാപ്പകല് തോക്കുപയോഗിച്ച് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു പാവം മനുഷ്യനെ വെടിവെച്ച് കൊന്നതിന് ശേഷം അവൻ അറസ്റ്റിലാവുന്നു. അവൻ പറയുന്നു ഇതേപോലെ രാധാകൃഷ്ണനുമായി ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അവൻ അറസ്റ്റിലായതിനു ശേഷം ഭാര്യയെ ചോദ്യം ചെയ്യുന്നു. അതായത് മിനി നമ്പ്യാരെ ചോദ്യം ചെയ്യുമ്പോൾ മിനി നമ്പ്യാർ ഈ വിഷയങ്ങളൊന്നും പോലീസിനോട് അന്ന് പറഞ്ഞിരുന്നില്ല. മിനി നമ്പ്യാർ നൈസായിട്ട് അങ്ങ് എസ്കേപ്പായി. അതായത് ഇവർ തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഇതുമൂലമാണ് തന്റെ ഭർത്താവിനെ സന്തോഷ് വകവരുത്തിയെന്ന് പോലും ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തിത്വം പറഞ്ഞിരുന്നില്ല അന്ന്. എന്നാൽ സന്തോഷ് കുറ്റസമ്മതം നടത്തുകയും അതിനുശേഷം പിന്നീട് പോലീസ് മിനി നമ്പ്യാരുടെ മൊഴിയെടുത്തപ്പോൾ പോലും ഇവർ തമ്മിലുള്ള ഈ ഒരു അവിഹിത ബന്ധത്തെക്കുറിച്ച് പോലീസിന് സംശയമുണ്ടാകുകയും, എന്നാൽ ഈ കൊലപാതകത്തിൽ മിനി നമ്പ്യാർക്ക് പങ്കേയില്ല, അത് സന്തോഷ് ചെയ്തിരുന്നതാണ്, സന്തോഷ് ഒരു സൈക്കോ ആയിരുന്നു എന്ന തരത്തിലാണ് മിനി നമ്പ്യാർ പോലീസിനോട് മൊഴി നൽകിയത്. എന്നാൽ ഏറ്റവും ഒടുവിൽ മിനി നമ്പ്യാർ കട്ടപ്പുറത്ത് കയറുന്ന അവസ്ഥയാണ് കണ്ടത്. അതായത് കൊലപാതകം നടക്കുമ്പോൾ ഈ പാവം മനുഷ്യൻ അദ്ദേഹം പുതുതായി നിർമ്മിക്കുന്ന വീട്ടിലായിരുന്നു ഈ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി. അവിടെ നിന്നും ഈ പറഞ്ഞ ഭാര്യയായ മിനി നമ്പ്യാർ മാറി തന്റെ വീട്ടിലേക്ക് പോവുകയും സന്തോഷ് വളരെ ദൂരെ നിന്ന് തന്നെ തോക്ക് ഉപയോഗിച്ച് നിറയൊഴിച്ച് രാധാകൃഷ്ണനെ വകവരുത്തുന്നു. ആ സമയത്ത് മാറി നിന്നതിന് ശേഷം വാട്സപ്പിൽ സന്ദേശവും ടെലിഫോണിലൂടെ തന്റെ കാമുവിന് നിർദ്ദേശവും നൽകിയത് ഭാര്യയായിരുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്നത്. എന്നാൽ ഇത് പോലീസിന് ആദ്യഘട്ടങ്ങളിൽ പിടിക്കാൻ സാധിക്കാതിരുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിനി നമ്പ്യാർ ഇവിടെ കാമുകനുമായി ബന്ധപ്പെടാൻ മറ്റൊരു മൊബൈൽ ഫോൺ കൂടി ഉപയോഗിച്ചിരുന്നു. ആ ഫോണിലൂടെയായിരുന്നു കാമുകനുമായി നിരന്തര ബന്ധം പുലർത്തിയിരുന്നത്. ഇനി എങ്ങനെയാണ് ഇവർ കാമുകന്മാരായതെന്ന് അറിയാത്തവർക്ക് വേണ്ടി, രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ NK സന്തോഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു. ദീർഘകാലമായി മിനി നമ്പ്യാർ ഇയാളുമായി അടുപ്പത്തിലായിരുന്നു. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു. കൊലപാതകം നടന്ന മാർച്ച് 20 സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയത്. ഈ മിനി നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു അപരാധി ഏതാണ്ട് 11 വയസ്സിന് വ്യത്യാസമുണ്ട് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു ഭർത്താവുമായിട്ട്. ഈ മിനി നമ്പ്യാർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് സന്തോഷിനെ വീണ്ടും കാണുന്നത്. സന്തോഷ് എന്ന് പറയുന്നവനും മിനി നമ്പ്യാർ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം എത്രത്തോളം ഈ രീതിയിലുള്ള അപരാധികൾക്ക്, അതായത് ഭർത്താവിനെ വെറുത്ത് അല്ലെങ്കിൽ ഭർത്താവിനോട് താല്പര്യമില്ലാതെ കഴിയുന്ന ഈ രീതിയിലുള്ള അപരാധികൾക്ക് വെല്ലുവിളിയാകുന്നുള്ളത് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന ഒരു സംഭവമാണിത്. അതായത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ച് വീണ്ടും സന്തോഷും ഈ മിനി നമ്പ്യാറും തമ്മിൽ കാണുന്നു. അതിനുശേഷം ആ ഒരു ബന്ധം വളരുന്നു, അതൊരു അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നു. ആ ഒരു അവിഹിത ബന്ധം, അതായത് വളരെ രഹസ്യമായി കൊണ്ടുകിടന്ന അവിഹിത ബന്ധം, രാധാകൃഷ്ണൻ തന്നെ പിടിക്കപ്പെടുന്നു. ഫോണിൽ ഇവർ തമ്മിലുള്ള കാണാൻ പാടില്ലാത്ത തരത്തിലുള്ള ചില ചിത്രങ്ങൾ രാധാകൃഷ്ണൻ കാണുകയും അതിനെ തുടർന്ന് രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും തന്റെ കാമുകനോട് എല്ലാം തുറന്നു പറയുകയും ചെയ്യുന്നു. അതായത് ഇവർ തമ്മിൽ
ഈ പറഞ്ഞ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പോയി കൂട്ടായതിനു ശേഷം കുടുംബവുമായി വലിയൊരു ബന്ധം പുലർത്താൻ ഈ സന്തോഷ് ശ്രമിച്ചു. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു അബദ്ധം ഈ രാധാകൃഷ്ണന് സംഭവിച്ചത്. അതായത് രാധാകൃഷ്ണന്റെ വീട് പണിയാൻ വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും സഹായത്തിന് നിന്നത് ഈ കാമുകനാണെന്നുള്ള കാര്യം അന്ന് രാധാകൃഷ്ണൻ മനസ്സിലാക്കുന്നില്ല. ഈ ഒരു മണ്ടനായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു ഭർത്താവിനെ ഈ ഭാര്യയും കാമുകനും കൂടി പറ്റിക്കുകയായിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഇവരുടെ കുടുംബവുമായി അവേദ്യമായ ബന്ധം ഈ കാമുകൻ പുലർത്തുന്നു. വീട് പണിക്കൊക്കെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ നടത്തുന്നു. അതിനുശേഷം ഈ ബന്ധം പുറത്തറിഞ്ഞപ്പോൾ രാധാകൃഷ്ണനെ വകവരുത്താൻ ഇരുവരും കൂടി തീരുമാനിക്കുന്നു. അത്തരത്തിലൊരു പ്ലാനിംഗ് നടപ്പിലാക്കിയതിനു ശേഷം കാമുകനോട് ആവശ്യപ്പെടുകയാണ്, തന്റെ ഭർത്താവിൽ നിന്നും തന്നെ രക്ഷിക്കൂ, തന്നെ സ്വതന്ത്രയാക്കൂ, തന്നെ സ്നേഹിക്കൂ എന്ന്. ഇതിനു മുമ്പ് മറ്റേ ഓസ്ട്രേലിയയിലെ സോബി കൊലപാതകം ഓർമ്മ വരുന്നു. അതുപോലുള്ളൊരു കൊലപാതകമാണ്. അതായത് അതിക്രൂരമായി തന്റെ ഭർത്താവിനെ കൊല്ലാൻ കാമുകന് നിർദ്ദേശം നൽകുകയും അതിനുശേഷം ഈ പറയപ്പെടുന്ന കാമുകനെയും തേക്കുന്നു. അതായത് ഈ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പോലീസിനോട് പറയുകയും ഭർത്താവിനെയും കാമുകനെയും ഒരേ സമയം തേക്കാനും മിനി നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു അപരാധി സ്ത്രീക്ക് സാധിച്ചത് ഒരുപക്ഷെ ഇത്തരം അവീതങ്ങൾ നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഒരു അലേർട്ടാണ്. കാരണം വടക്കം വീരാത സിനിമയിലൊക്കെ കണ്ട കണക്ക് അവീതത്തിനൊടുവിൽ പിടിക്കപ്പെടുമ്പോൾ പെണ്ണ് എസ്കേപ്പ് ആവുന്ന കാഴ്ചയാണ് പൊതുവെ കാണാറുള്ളത്. ഇവിടെ അത് തന്നെ സംഭവിച്ചു. ഭർത്താവ് മരിച്ചിട്ടും കാമുകന്റെ കൂടെ നിൽക്കാൻ മിനി നമ്പ്യാർ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ പോലീസിന്റെ സമഗ്രമായ പരിശോധനയ്ക്കൊടുവിലാണ് ഇതിന്റെ പിന്നിൽ മിനി നമ്പ്യാർ ആയത്. ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു കടുങ്കൈ, അതായത് പട്ടാപ്പകല് തോക്കുകൊണ്ട് വെടിവെച്ച് കൊന്നതിന് ശേഷം ഈ കാമുകനായ സന്തോഷ് പബ്ലിക്കായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് പറയുവാണ്, നിന്നെ ഞാൻ വെറുതെ വിടില്ല, എന്റെ പെണ്ണിനെ വിട്ടുതരുമെന്നാണ് പറഞ്ഞത്. ഈ ഒരു അപരാധി സ്ത്രീ ചെയ്ത മറ്റൊരു കടുങ്കൈ. ഇവക്ക് വേണമെങ്കിൽ ഈ സന്തോഷിന്റെ കൂടെ ഇറങ്ങിപ്പോവായിരുന്നു. അതിന് നമ്മള് കൂട്ടാക്കിയില്ല. രാധാകൃഷ്ണന്റെ പരിരക്ഷയിൽ കഴിയുമ്പോൾ തന്നെ പുതിയ വീട് വെക്കുന്നു, രാധാകൃഷ്ണന്റെ ചെലവിൽ കഴിയുന്നു, സാമൂഹ്യ പ്രവർത്തകയായി വർദ്ധിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവിഹിതം കാത്തു സൂക്ഷിക്കണമെന്നുള്ള വലിയൊരു ശാഠ്യം നമ്മൾക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അത് തന്നെയാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ പാവത്തിന്റെ ജീവൻ എടുക്കാനുള്ള പ്രധാന കാരണം. നേരെ മറിച്ച് ഈ സന്തോഷിന്റെ കൂടെ എവിടെങ്കിലും ഒളിച്ചോടി പോവുകയോ ഇവർ തങ്ങളിൽ എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല. രാധാകൃഷ്ണനും ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു, ഇവക്കും ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു, സന്തോഷം എന്ന് പറയുന്നവനും അവന്റെ കുടുംബത്തിനും ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. ബലത്തിൽ ഇവള് കാണിച്ച ഈ അപരാധത്തരം കൊണ്ട് രാധാകൃഷ്ണൻ മരണപ്പെട്ടു, സന്തോഷ് ജയിലിലാവുന്നു, അവന്റെ കുടുംബം നശിക്കുന്നു, ഇവള് ജയിലിലാവുന്നു, ഇവരുടെ മക്കളും സന്തോഷിന്റെ മക്കളും അനാഥരാകുന്നു. എന്നാലോചിച്ച് നോക്കുക, ഒരു അപരാധി കാണിച്ച ഈ കാമ കളികൾ കൊണ്ട് എത്ര കുടുംബങ്ങളാണ് അനാഥമായത്. ഒരു അല്പനേരത്തെ കാമക്കടി മാറ്റാൻ ഈ രീതിയിൽ ഈ അപരാധികൾ കാട്ടിക്കൂട്ടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട്, ഇത്തരം അസന്മാർഗീയ പ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് ദുരന്തത്തിലേക്കാണ് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്നത് ആലോചിച്ച് നോക്കുക. എനിവേ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും അധികം ദുഃഖിച്ചത് സന്തോഷായിരുന്നു. അതായത് മിനി നമ്പ്യാർ പറഞ്ഞതിട്ട് മിനി നമ്പ്യാറിന്റെ ആഹ്വാനപ്രകാരം ഭർത്താവിനെ കൊല്ലുകയും എന്നാൽ ഏറ്റവും ഒടുവിൽ പോലീസ് പിടിക്കപ്പെട്ടപ്പോൾ മിനി നമ്പ്യാർ കൈയൊഴിയുകയും ചെയ്തു. തന്റെ കാമുകിയും തന്നെ ചതിച്ചു എന്നുള്ളൊരു ബോധ്യം ഉണ്ടായ സന്തോഷ് ഏറെ ദുഃഖിതനായി ജയിലിൽ കഴിയുകയായിരുന്നു. എന്നാൽ സന്തോഷിനോടൊപ്പം കഴിയാൻ സാധിക്കത്തില്ല, വനിതാ ജയിലിലായിരിക്കും. എന്നാലും സന്തോഷിന് ഒരു വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തിന് കാരണമാവും. തന്നെ തേച്ച കാമുകി ജയിലിലാവുന്നു എന്നുള്ള വാർത്ത ഒരുപക്ഷെ സന്തോഷ് ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. ഇത് തന്നെയാണ് ഓരോ അപരാധികളുടെയും അവസ്ഥ എന്ന് എല്ലാവരും മനസ്സിലാക്കുക. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.